അപ്പൊ നമുക്ക് നോക്കാം ഓരോ വിഷയത്തിലും നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യാനുള്ളത്. ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഏതൊക്കെ 2 യൂണിറ്റ് ആണ് സാറേ ഇംഗ്ലീഷ് സബ്ജക്ട്. ശരിക്കും പറഞ്ഞാൽ ഇനി എക്സാമിന് വെറും 64 ദിവസം അല്ലേ? ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ വടകൻ ആൻഡ് ഇറ്റ്സ് മീ അഖിൽ. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓണം എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ടാണ് അല്ലേ സാറേ? ആ അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്നും എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് നമ്മൾ ഇതാ ഇപ്പൊ നോക്കാൻ പോവാണ്. യെസ് മക്കളെ, അപ്പൊ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പിള്ളേരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഞെക്കി അങ്ങോട്ട് പൊട്ടിച്ചേക്കുക, പെട്ടെന്ന് കിട്ടണമെങ്കിൽ. നമുക്ക് നോക്കാം ഓരോ വിഷയത്തിലും നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യാനുള്ളത് ജസ്റ്റ് നോക്കാം. ഓക്കെ അല്ലേ സാർ? ആദ്യം ഏതാ? ഇംഗ്ലീഷ്. നിങ്ങളുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഏതൊക്കെ 2 യൂണിറ്റ് ആണ് സാറേ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇനി എക്സാമിന് വെറും 64 ദിവസം അല്ലെ? 64 ദിവസം കൂടിയാണ് ഇനി കറക്റ്റ് എക്സാമിന് നിങ്ങളുടെ മുന്നിൽ ബാക്കിയുള്ളത്. അപ്പൊ അതിൽ ഇംഗ്ലീഷിൽ നമുക്ക് കവർ ചെയ്യേണ്ടത് എത്ര ചാപ്റ്റർ സാറേ? 2 യൂണിറ്റ് ആണ്. ചാപ്റ്റർ പറയുന്ന സമയത്ത് ഒരുപാട് ഉണ്ടാവും. 6 ചാപ്റ്റേഴ്സ് ആണ് 2 യൂണിറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇംഗ്ലീഷില് നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ട്രയൽസ് ആൻഡ് ട്രൈംസ് എന്ന് പറയുന്ന ചാപ്റ്ററും അതുപോലെ തന്നെ പാത്സ് ടു പ്രോഗ്രസ് എന്ന് പറയുന്ന ചാപ്റ്ററും ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് കടന്നാലോ സാറേ? ഓക്കെ, 1 by 1 നോക്കാം. നെക്സ്റ്റ് ഹിന്ദി ആണ്. ഹിന്ദിയിൽ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഹിന്ദിയിൽ ഞാൻ വീക്ക് ആയിരുന്നു പണ്ടേ, അതുകൊണ്ട് ഹിന്ദി ഞാൻ വായിക്കില്ല. സാറ് വായിച്ചോളൂ. ഞാൻ പോവാണ്. അങ്ങനെ സാറേ എളിമയാണ്, ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. ഈ ഹിന്ദി ഞാൻ എങ്ങനെ വായിക്കാനാണ്? ഏതായാലും നോക്കാം. ഏതൊക്കെയാണ് ചാപ്റ്റർ നെയിമുകൾ നമുക്ക് നോക്കാം മക്കളെ. ഗിഡ്കി, ജിന്ദഗി കാ സഫർ, റെയിൻ ബസേരെ മേം, മേരി ദുനിയ കെ തമാം ബച്ചേ ആൻഡ് വൈറ്റ് ക്യാപ്പ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഞങ്ങൾക്ക് ഹിന്ദിയിൽ നിന്ന് പഠിക്കാനുള്ളത്. സാർക്ക് ഹിന്ദി വായിക്കാൻ അറിയുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഏതായാലും മക്കളെ, ഈ ഒരു 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഹിന്ദിയിൽ നിന്നും വരാൻ പോകുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഈ പറയുന്ന ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ എത്ര ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. കുറെ എന്തൊക്കെയോ പഠിക്കുന്ന സമയത്ത് നമുക്ക് എത്ര ചാപ്റ്റർ ഉണ്ടാവും, അപ്പൊ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഈ ചാപ്റ്ററിന് എത്ര സമയം കൊടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഹിസ്റ്ററിയിലേക്കാണ് കിടക്കുന്നത്. സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമാനിസം, മാനവികത എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററും, ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യൽ ഇമേജിനേഷൻ എന്ന് പറയുന്ന സാമൂഹിക വിശകലനം, സാമൂഹ്യ ശാസ്ത്ര സങ്കല്പങ്ങളിലൂടെ ഈ 3 ചാപ്റ്റർ ആണ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോഗ്രഫിയിലേക്ക് കടക്കുന്ന സമയത്ത് വെദർ ആൻഡ് ക്ലൈമറ്റ് ഒന്നാമത്തെ ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച് ആണ്. യെസ്, അപ്പൊ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ട് അതാണ് വരുന്നതെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇല്ല. പകരം 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് സോഷ്യലിൽ വരാൻ പോകുന്നത്. സോ ജോഗ്രഫിയിലെ കണ്ടിന്യൂസ് ആയിട്ട് 1, 2, 3 പഠിക്കരുത്. 3 പകരം 4ാമത്തെ പഠിക്കാൻ പാടുള്ളൂ. സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെ എക്കണോമിക്സും അതുപോലെ തന്നെ ജോഗ്രഫിയുടെ മിക്സ്ഡ് ഒരു വെർഷൻ ആണ്. യെസ്, മൂവിംഗ് ടു ദി നെക്സ്റ്റ്. ഫിസിക്സിൽ എത്ര ചാപ്റ്റർ ആണ് വരുന്നത്? 3 ചാപ്റ്റർ. ഫുൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലട്ടോ. മൂന്നാം ചാപ്റ്റർ ഒരു പകുതിയൊക്കെ ആണ് വരാറുള്ളത് സാധാരണ. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഈ പ്രശ്നം, ബയോളജിയിലും അങ്ങനെ തന്നെ. അവസാനത്തെ ചാപ്റ്ററിൽ പകുതി അല്ലെങ്കിൽ ബയോളജി 2 ചാപ്റ്റേഴ്സ് ആണ് മിക്കവാറും ഉണ്ടാവുക. നമുക്ക് ഏതായാലും ഓരോന്നും പറയാം. കേസിൽ നമുക്ക് സൗണ്ട് വേവ്സ് അഥവാ ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററും, ലെൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററും, അതുപോലെ തന്നെ ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ, കാഴ്ചയും പകുതിയാണ് ലോകവും. അപ്പൊ 3rd ചാപ്റ്റർ സാർ പറഞ്ഞ് ശ്രദ്ധിക്കണം. 3rd ചാപ്റ്ററിൽ മുഴുവനായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. ഓക്കെ ആണ്. യെസ്, അപ്പൊ ഓണ പരീക്ഷയ്ക്ക് നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഫിസിക്സിൽ നമുക്ക് വരുന്ന 2.5 ചാപ്റ്റർ ആയിരിക്കും മിക്കവാറും വരും. അടുത്തത് കെമിസ്ട്രി ആയിരിക്കില്ലേ? അടുത്ത കെമിസ്ട്രി ആണ്. 3 ചാപ്റ്റേഴ്സ് അല്ലേ? 3 ചാപ്റ്റർ ഇല്ല, 2 ചാപ്റ്റേഴ്സ്. അതേപോലെ ഒരു കാല് ഹാഫ് ഫുള്ളില്ല, കാലേ ഉണ്ടാവുള്ളൂ, അരയില്ല. നമുക്ക് ചാപ്റ്റേഴ്സിന്റെ പേര് പറയാം. നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. സെക്കൻഡ് ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. 3rd ചാപ്റ്റർ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ഒരു ചാപ്റ്റർ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ആ ഒരു ചാപ്റ്റർ നമുക്ക് ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ അര ഭാഗമാണ് എക്സാമിന്. കുറച്ചും കൂടെ എക്സാം എടുക്കുന്ന സമയത്ത് ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അതിന് കൂടുതൽ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ഇത്. അതിൽ ക്ലാരിറ്റി വരുത്താൻ എന്ന് പറയാൻ ജസ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ, ലാസ്റ്റ് ചാപ്റ്ററിലെ സ്കൂളുകൾ അത് എടുത്തിട്ടുണ്ടോ ക്വാർട്ടർലി എക്സാം ആകുമ്പോൾ സ്കൂളിൽ എടുത്തതിനനുസരിച്ച് എക്സാമിന് അവർ മാറ്റി. സ്കൂളുകളുടെ എക്സാം മാർക്കിംഗ് സ്പ്ലിറ്റിംഗിൽ വ്യത്യാസം ഉണ്ടെങ്കിലും സിലബസ് പ്രകാരം ഇത്ര തീർത്തേ പറ്റുള്ളൂ. 2.5 ചാപ്റ്റർ കെമിസ്ട്രിയിലും ഫിസിക്സിലും തീർത്തേ പറ്റുള്ളൂ. നെക്സ്റ്റ് ബയോളജിയിലേക്ക് വരുന്ന സമയത്ത് ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററും അതുപോലെ തന്നെ പാർട്സ് ഓഫ്
Evolution എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ സർ? അപ്പൊ ഈ 2 ചാപ്റ്റർ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതൊക്കെ സംശയം സാർ, ഈ 3ാമത്തെ ചാപ്റ്റർ എന്തും പകുതിയാണോ? കുറച്ച് കാൽഭാഗം, ഒരു 2 മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ. ബിഹൈൻഡ് സെൻസേഷൻസ് പറയുന്ന ചാപ്റ്റർ, സംവേദനങ്ങൾക്ക് പിന്നിൽ, അതും കെമിസ്ട്രിയും ഫിസിക്സും പറഞ്ഞ പോലെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് കൃത്യമായിട്ട് അവർക്ക് ഇത്രാമത്തെ പേജ് നമ്പർ വരെ എന്നുള്ളത് നമുക്ക് ഓരോ സബ്ജക്ട് ടീച്ചേഴ്സും നിങ്ങൾക്ക് ക്ലിയർ ആക്കി പറഞ്ഞു തരുന്നതായിരിക്കും. മൂവിംഗ് ടു ദ മാത്തമാറ്റിക്സിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോകുന്ന 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, കോണുകളും എന്ന് പറയുന്ന ചാപ്റ്ററും, അതുപോലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള 1ാമത്തെ ചാപ്റ്റർ ഏട്ടൻ എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് അൽജിബ്ര അഥവാ സമാന്തര ശ്രേണിയും ബീജഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററും, അത് കഴിഞ്ഞ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, 4ാമത്തെ ചാപ്റ്റർ പ്രോബബിലിറ്റി, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നൊക്കെ പറയുന്ന അടിപൊളി സെറ്റ് ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ കൂടി കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൽ കുറച്ചേ വരുള്ളൂ. കഴിഞ്ഞ വർഷം ആ ചാപ്റ്ററിന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഭാഗം. നമ്മുടെ എക്സാം, ഓണം എക്സാം സാധാരണ ഓഗസ്റ്റ് ലാസ്റ്റിലേക്കാണ് വരാറ്. ഇപ്രാവശ്യം ഓഗസ്റ്റ് 13ാം തീയതി തന്നെ എക്സാം ആയതുകൊണ്ട് കുറച്ച് ഡേറ്റ് പിറകോട്ട് വന്നതുകൊണ്ട് നമുക്കൊരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് കുറഞ്ഞു കിട്ടാൻ ലാഭം. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷത്തൊക്കെ ഓണത്തേക്കാൾ നേരത്തെയാണ് ഇപ്രാവശ്യം ഓണം വന്നത്. കുറച്ച് പിറകോട്ട് ഈസ്റ്ററും പിറകോട്ട് വന്നു. ശ്രദ്ധിച്ചിരുന്നു സാർ? അപ്പൊ ഏതായാലും ഈ പറയുന്ന മാത്തമാറ്റിക്സ് കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 സബ്ജക്റ്റിലെ മുഴുവൻ ടോപ്പിക്സ് നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് എക്സാമിന് വരിക, ഓണം എക്സാമിന് വരുന്ന ടോപ്പിക്സ് ഏതാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്താലോ? നമ്മൾ പോലെ അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്താലോ? തീർച്ചയായും. It's me, Serin Vadakan and Agil signing off from RK Next. Bye bye, see you. Bye.